മലപ്പുറം വാഴയൂർ പഞ്ചായത്തിൽ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെയുള്ള തിരുത്തൽ ശക്തിയായി മാറിയ കാരാട് കൂട്ടായ്മ ഇത്തവണ മത്സരത്തിനുണ്ട്. CPI പിന്തുണയോടെയാണ് UDF ഭരിക്കുന്നത്. CPIM മെമ്പറാണ് വൈസ് പ്രസിഡന്റ്. ഇത്തരത്തിൽ കൗതുകകരമായ കുറച്ച് വെറൈറ്റി കൂട്ടുകെട്ടൊക്കെ ഉണ്ട് കേട്ടോ വാഴയൂരിൽ. ഇടത് വലത് മുന്നണികൾ ഒന്നിച്ച് ഭരണമുന്നണിയായപ്പോൾ കാരാട് കൂട്ടായ്മ പ്രതിപക്ഷ റോൾ നിർവഹിച്ചെന്നും യഥാർത്ഥ പ്രതിപക്ഷമാകാനാണ് സ്ഥാനാർത്ഥികളെ നിർത്തുന്നതെന്നും അവർ അവകാശപ്പെടുകയാണ്. 20-അംഗ പഞ്ചായത്തിൽ 3 സ്ഥാനാർത്ഥികളെയാണ് കൂട്ടായ്മ ഇതുവരെ പ്രഖ്യാപിച്ചത്. AK അഭിലാഷ് നമുക്കൊപ്പം. അഭിലാഷ്, ഇതൊരു വ്യത്യസ്തമായ തെരഞ്ഞെടുപ്പ് കാഴ്ചയാണല്ലോ, എന്തൊക്കെയാണ് വിവരങ്ങൾ? വാഴയൂർ പഞ്ചായത്തിൽ ഇത്തവണ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അതിന് ശ്രദ്ധേയമായ ചില മാറ്റങ്ങളുണ്ട്. കഴിഞ്ഞ തവണ 17 വാർഡുകളായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ 8 വാർഡുകൾ വീതം UDFിൻ്റെയും LDFിൻ്റെയും കൈകൾ എത്തി. അതോടൊപ്പം തന്നെ CPI UDF മുന്നണിയുടെ ഭാഗമായിട്ടാണ് മത്സരിച്ചത് എന്നുള്ളതും പ്രത്യേകതയാണ്. ഏതായാലും UDFിൻ്റെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയും LDFിൻ്റെ വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയുമാണ് ഇവിടെ ഉണ്ടായിരുന്നത് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. വലിയ തരത്തിലുള്ള വിമർശനങ്ങൾ കഴിഞ്ഞ ഭരണസമിതിക്കെതിരെ ഉയർന്നു. ഇത്തവണയിലേക്ക് വരുമ്പോൾ ഇവിടെ ഒരു പ്രധാന പ്രതിപക്ഷമായി എൻ്റെ കാരാട് കൂട്ടായ്മ എന്ന് പറയുന്ന ഒരു സംഘടന വളർന്നു വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. 5-ാം വാർഡ് വിരിപ്പാടം പുതിയ വാർഡാണ്, അതിനകത്താണ് മത്സരിക്കുന്നത്. 5 വർഷത്തോളമായിട്ട് നമ്മുടെ ജനങ്ങൾക്ക് കിട്ടേണ്ട യാതൊരുവിധ നീതിയും ഇവിടുന്ന് ലഭിച്ചിട്ടില്ല. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എന്ന് 2 കൂട്ടരും കൂടി ഭരിക്കുന്ന സമയത്താണെങ്കിൽ പോലും ജനങ്ങൾക്ക് നല്ലൊരു റോഡോ അതിൽ കുടിവെള്ളം ഇതുപോലുള്ള ഒരു സംഭവങ്ങളും നമ്മളെ ജനങ്ങൾക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു കൂട്ടായ്മ രൂപീകരിച്ച് ഏകദേശം 5 വർഷത്തോളമായി ഞങ്ങൾ പ്രവർത്തനം ആരംഭിച്ചു. പൊതുജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പല സഹായങ്ങളും ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. LDFും UDFും കൂടെ പ്രസിഡന്റും വൈസ് പ്രസിഡന്റായിട്ട് ഭരിക്കുകയാണ്. അപ്പോൾ കാര്യമായിട്ടുള്ള പ്രതിപക്ഷം ഇവിടെ ഇല്ലേന്. ഇവിടെ സ്വജനപക്ഷപാതവും അല്ലാത്ത അഴിമതികളൊക്കെ വേണ്ട പോലെ നടന്നുണ്ടേന്. അപ്പോൾ അതിനെ ചോദ്യം ചെയ്യാൻ എൻ്റെ കാര്യം എന്നുള്ള സംഘടന വന്നതിന് ശേഷമാണ് യഥാർത്ഥത്തിൽ ഒരു പ്രതിപക്ഷം എന്നുള്ളൊരു സംഭവം ഉണ്ടായത്. അതായത് പഞ്ചായത്തിൻ്റെ ഉള്ളിൽ ഒരു പ്രതിപക്ഷം ഇല്ലേന്. എൻ്റെ കാരൻ്റെ ആപ്തവാക്യം തന്നെ നേരിനൊപ്പം നാടിനൊപ്പം എന്നാണ്. അപ്പം ജനങ്ങൾക്ക് വേണ്ടി എല്ലാ കാര്യങ്ങൾക്കും ഇറങ്ങി പുറപ്പെട്ടിട്ട് എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ ചെയ്തു വരുന്നൊരു കൂട്ടായ്മയാണ് ഞങ്ങളുടെ. അപ്പോൾ ജനങ്ങൾക്ക് വേണ്ടി പല കാര്യങ്ങളും ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു തെരഞ്ഞെടുപ്പ് നമ്മൾ മത്സരിക്കാൻ വേണ്ടി ഇറങ്ങുകയാണ്. അതായത് നമ്മൾ ഇതുവരെ എല്ലാ കാര്യങ്ങളെയും വിമർശിച്ചും കൊണ്ട് നല്ല കാര്യങ്ങൾ നടത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട്. പ്രധാനമായിട്ട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങൾ രാഷ്ട്രീയത്തിനോ രാഷ്ട്രീയ പാർട്ടികൾക്കോ എതിരല്ല. രാഷ്ട്രീയ പാർട്ടികളും രാഷ്ട്രീയ നേതാക്കളും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ, ചെയ്യാൻ മടിക്കുന്ന കാര്യങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ. ഈ ഒരു ഗ്രൗണ്ട് നോക്കുമ്പോൾ തന്നെ കെടുകാര്യസ്ഥതയുടെ അങ്ങേ അറ്റാണ് ഇവിടെ കാണുന്നത്. ഇപ്പോൾ തന്നെ ഗ്രാമസഭകളിലെ പല മിനിറ്റ്സുകളും ഞങ്ങൾ പരിശോധിക്കുന്ന സമയത്ത് അതിനകത്ത് പേജുകൾ ഒഴിവാക്കിയിട്ടിരിക്കുകയാണ്. ശരിക്കും മിനിറ്റ്സ് പൂർത്തിയാക്കണം ആ ഗ്രാമസഭ കഴിയുമ്പോൾ തന്നെ. പക്ഷേ ഇതിനകത്ത് ഞങ്ങൾ 17 വാർഡിലും പരിശോധിച്ച സമയത്തും ഇതിനകത്ത് ചിലത് മാത്രമേ ഫുള്ളായിട്ടുള്ളൂ. ബാക്കിയൊക്കെ പേജുകൾ ഒഴിച്ചിട്ട് പിന്നീട് എഴുതി ചേർക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഗ്യാപ്പ് ഇട്ട് വെച്ചിരിക്കുകയാണ്. 3 സ്ഥാനാർത്ഥികളെ ഇതിനകം തന്നെ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ട് ജയിച്ചു വരുമെന്നുള്ള പ്രതീക്ഷയുണ്ട്. പുറത്തു നിന്നല്ല, അകത്തു നിന്ന് തന്നെ തിരുത്തൽ പ്രക്രിയ നടത്തും. യുവാക്കളുടെ ശക്തി എന്താണെന്ന് ബോധ്യപ്പെടുത്തും എന്നുള്ള ഉറപ്പോടുകൂടിയാണ് അവർ മത്സരരംഗത്തേക്ക് വരുന്നതും ശ്രദ്ധേയമായ കാര്യവുമാണ്. KV മഹേഷ് കുമാറിനൊപ്പം റിപ്പോർട്ടർ AK അഭിലാഷ്, ഇൻ റിപ്പോർട്ടർ, മലപ്പുറം.